പ്രഭാതത്തില് പ്രഥമ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. നമ്മളുടെ ഈ ഭാഗവത കുടുംബത്തില് ഒരു നാഥയായിക്കൊണ്ട് തന്നെ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുള്ള ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു വിളക്കാണ് മീനാക്ഷി അമ്മാള്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെയൊക്കെ എല്ലാവരുടെയും ഒരു ഗുരുനാഥ പോലെ തന്നെ മാർഗദർശിയായിക്കൊണ്ട് ഈ ഒരു പ്രായത്തിലും കാലത്തെ പോലും അതിജീവിച്ച് ശരീരത്തെ പോലും അതിജീവിച്ചുകൊണ്ട് ഈ സാധനയിൽ നമ്മുടെ കൂടെ എന്നും ഈ ഭാഗവത കുടുംബത്തിൻ്റെ യാത്രയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മഹത് വ്യക്തി. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മളോടൊപ്പം ഇതുപോലെ നിൽക്കണമെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം, മനസ്സിൻ്റെ സാന്നിധ്യമല്ല. അതാണ് ഗുരുവായൂരപ്പൻ മീനാക്ഷി അമ്മാളും പറയണം എന്നുള്ള ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അമ്മയ്ക്ക് ദശമസ്കന്ധത്തിലെ ഒരു അധ്യായം ആണ് കൊടുത്തിരിക്കുന്നത്. ദശമസ്കന്ധത്തിൽ ധേനുകാസുരവധത്തിൽ 15-ാമത്തെ അധ്യായം അമ്മയുടെ ആ എല്ലാ വിലപിടിപ്പുള്ള ആ വാക്കുകളെ നമുക്ക് ശ്രവിക്കാം. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം ബഹുമാനത്തോടുകൂടി ഭക്തിയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. എനിക്ക് പ്രസംഗിക്കാനും ഒന്നും അറിയാൻ മേല, വർത്തമാനം തന്നെ പറയാൻ വിഷമമാണ്. എന്നാലും ഈ ഭഗവാന്റെ രണ്ട് വാക്ക് പറയണം എന്നൊരു അത്യാഗ്രഹം കൊണ്ട് ഇതിലോട്ട് പറയാമെന്നും പറഞ്ഞ് ഞാൻ വന്നതാണ്. എനിക്ക് അത്ര ആരോഗ്യമൊന്നും വലുതായിട്ട് എന്തെങ്കിലും ഭഗവാനെ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശങ്കുണ്ഠിടത്തുമറുപാടൊരു ചക്രമുണ്ട്, കാലിൽ ചിലമ്പു തളമുത്തുവടം കഴുത്തിൽ ഓടിയിട്ടു വന്നു കുടികൊണ്ട കുമാരനെല്ലൂർ കാർത്യായനീ ശരണമന്നിതാ കൈതൊഴുന്നേൻ. മനസ്സിൽ വിചാരിക്കുമ്പോൾ അതൊന്ന് വെളി കൊണ്ടുവരാൻ നമുക്ക് അത്ര കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ്. എല്ലാ ഭാഗവത പ്രേമികൾക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മനുത്തിരുമേനിക്കും നമസ്കാരം പറഞ്ഞുകൊള്ളുന്നു. ആദ്യമായിട്ട് ഒരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണമേവഹി. ഭാഗവതം എന്നുള്ളത് ഭഗവാൻ തന്നെയാണ്. ഭാഗവതത്തിലെ ഓരോ സ്കന്ധവും ഭഗവാന്റെ അവയവങ്ങളാണ്. ഭാഗവതത്തിലെ ദശമസ്കന്ധം എന്നുള്ളത് ഭഗവാന്റെ മുഖമാണ്. നിരോധം എന്നുള്ള ലക്ഷണത്തോട് കൂടിയതാണ് ദശമസ്കന്ധം. വേറെയുള്ള വിഷമങ്ങളിലേക്ക് മനസ്സ് പോകാതെ നിരോധിക്കാൻ ഭഗവത് കഥയാണ് ഏക ആശ്രയം. അതാണ് ഈ ദശമസ്കന്ധത്തിന്റെ ഉദ്ദേശം തന്നെ. 90 അധ്യായങ്ങളാണ് ദശമസ്കന്ധത്തിൽ ഉള്ളത്. ഭഗവാന്റെ ജനന കാരണം, ജനനം, ഗോകുലലീല, വൃന്ദാവന ലീല, മധുരാലീല, ദ്വാരകാലീല എന്നിവ ദശമസ്കന്ധത്തിൽ ഉൾക്കൊള്ളുന്നു. ഭഗവാന്റെ വൃന്ദാവന ലീലകൾ പരീക്ഷിത്ത് ശ്രീ ശുകമഹർഷിയിൽ നിന്നും ഗംഗാതീരത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മമോഹനം എന്ന ഭഗവത് ലീലയ്ക്ക് ശേഷം ഭഗവാൻ പൗഗണ്ഡമം എന്ന പ്രായത്തിൽ എത്തിച്ചേർന്നതായി പഞ്ചദശോധ്യായത്തിൽ വിവരിക്കുന്നു. പഞ്ചദശോധ്യായമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. പഞ്ചദശോധ്യായം തുടങ്ങുന്നത് തന്നെ ശ്രീദൗവൃജയെന്ന്. അതായത് പൗഗണ്ഡവയം എന്നാല് 5 തൊട്ട് 10 വയസ്സ് വരെയുള്ള പ്രായത്താണ് പൗഗണ്ഡയം എന്ന് പറയുന്നത്. ഭഗവാന് ഈ ലീല നടക്കുമ്പോൾ 6 വയസ്സ് പ്രായമായി.
ഇതുവരെ പശുക്കുട്ടികളെ മേച്ചുകൊണ്ടിരുന്ന കൃഷ്ണനോടും ബലരാമനോടും വൃജത്തിനുള്ളവരും നന്ദഗോപരും ഇനിയും നിങ്ങൾ പശുക്കളെ പാലിച്ചുകൊള്ളൂ എന്ന് അനുവാദം കൊടുക്കുന്നു. അങ്ങനെ കൃഷ്ണനും രാമനും കാർത്തിക മാസത്തിലെ ശുക്ലാഷ്ടമി ദിവസത്തിൽ പശുക്കളെ പാലിക്കുവാൻ ആദ്യമായി ആരംഭിച്ചു. അതിനാൽ ഈ ദിവസം ഗോപാഷ്ടമി എന്ന് മഹാജനങ്ങൾ പറയുന്നു. ലക്ഷ്മീകാന്തനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനായ ബലരാമനോടും സ്വകീർത്തിയെ കുറിച്ച് കീർത്തനം ചെയ്യുന്ന ഗോപന്മാരോടും ചേർന്ന് ഓടക്കുഴൽ ഉച്ചത്തിൽ വായിച്ചുകൊണ്ട് പശുക്കളെയും ആട്ടി നല്ല പുല്ലും വെള്ളവും പശുക്കൾക്ക് മേയാനും തങ്ങൾക്ക് കളിക്കാനും സമുചിതമായ ആ വൃന്ദാവനത്തിൽ പ്രവേശിച്ചു. ബ്രഹ്മാദി ദേവകൾ കൂടി കുമ്പിടുന്ന രാമകൃഷ്ണന്മാർ ആ വൃന്ദാവനത്തിൽ സഞ്ചരിച്ചതിനാൽ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ആ വൃന്ദാവനത്തെ കീർത്തിക്കുന്നവർക്കും പുണ്യം ജനിപ്പിക്കത്തക്ക വൈഭവം ആ വൃന്ദാവനത്തിനുണ്ടായി. പഞ്ചേന്ദ്രിയങ്ങളെയും ആഹ്ലാദിപ്പിക്കുന്ന മധുരമായ വൃന്ദാവന്റെ മഹിമ ഭഗവാൻ ബലരാമനോട് വർണ്ണിക്കുന്നു. വൃന്ദാവനത്തിലെ വണ്ടുകളും മയിലുകളും കുയിലുകളും എല്ലാം അത്യന്തം ഭാഗ്യം ചെയ്തവരാണെന്ന് വർണ്ണിക്കുന്നു. അവിടെയുള്ള എല്ലാ വൃക്ഷങ്ങളും എല്ലാ സ്ഥലവും നല്ല ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. അങ്ങനെ ബലരാമന്മാർ പതുക്കെ പശുക്കളെയും മേച്ചുകൊണ്ട് ആ കൂട്ടുകാരോടൊപ്പം കളിച്ച് ആ വൃന്ദാവനത്തിൽ സഞ്ചരിക്കുന്നു. ഭഗവാൻ അവിടെ കുയിലുകൾക്കൊപ്പം ഓടി നടക്കും. മയിലുകളെങ്കിലും തീടർത്തി ആടുന്ന കണ്ടാൽ ആ മയിലിനെ പോലെ ആടി നടക്കും. ഓരോ പശുക്കൾക്കും ഓരോ പേര് പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ആ പശുക്കളെ എന്തിനെങ്കിലും ഒന്ന് വിളിച്ചാൽ ആ പേര് പറഞ്ഞ് ഉറക്കെ വിളിക്കുമ്പോൾ പശുക്കളെല്ലാം കൂടെ ഓടിക്കിതച്ച് അവിടെ വന്ന് ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് പിന്നെ പറഞ്ഞു വിടും. അങ്ങനെ അവരോടും അങ്ങനെ സ്നേഹമായിട്ട് പെരുമാറും. ഓരോ പക്ഷിയുടെയും ശബ്ദം അനുകരിക്കും. എവിടെയെങ്കിലും ഒരു പക്ഷിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതുപോലെ ആ പക്ഷിയുടെ ശബ്ദം കാണിച്ചുകൊണ്ട് അതിലെ ഓടി നടക്കും ഭഗവാൻ. ഒരു മാൻ എവിടെയെങ്കിലും അങ്ങോട്ട് ഓടി നടക്കുന്ന കണ്ടാൽ ഉടനെ മാനിന്റെ പുറകെ ഓടും. ഓടി ക്ഷീണിച്ച് ബലരാമസ്വാമിയെ കൂട്ടുകാർ മടിയിൽ കിടത്തി കാല് തടവി കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ കൂടെ ഇരുന്ന് കാല് തടവും ഒക്കെ കൊടുക്കും. പിന്നെ ഭഗവാൻ തന്നെ ഒരുപാട് നേരം പാടും, ഒരുപാട് ചാടിക്കളിക്കും. ഈ കൂട്ടുകാർ കൂടി യുദ്ധം ചെയ്യുന്ന പോലെ ആക്ഷൻ കാണിക്കും. ഇതൊക്കെ കാണിക്കുമ്പം ഭഗവാനും ക്ഷീണം വരും. അപ്പം ഭഗവാന് വേണ്ടി ഈ കൂട്ടുകാര് കുറെ അവിടുത്തെ ഇലകളും ഒക്കെ പറിച്ച് അവിടെ ആ മരത്തിന്റെ ചുവട്ടിൽ വിരിച്ച് മെത്ത പോലെ ഉണ്ടാക്കി അതിലോട്ട് ഭഗവാനെ കൊണ്ട് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ഭഗവാൻ സുഖമായിട്ട് അതിൽ കിടന്ന് ഉറങ്ങും. ഗോപന്മാര് വീശി കൊടുക്കും. അവരങ്ങനെ ഉല്ലസിച്ച് കൂട്ടുകാരോടൊപ്പം സന്തോഷിച്ചുകൊണ്ട് ആ വൃന്ദാവനത്തിൽ അങ്ങനെ കഴിയുന്നു. ആ വൃന്ദാവനത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ഒരു മണ്ണായിട്ടെങ്കിലും ഒന്ന് പറന്നു കൊണ്ടാമെന്ന് ഉദ്ധവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. പോയിട്ടുള്ളവർക്ക് അതിന്റെ മഹിമ നന്നായിട്ട് മനസ്സിലാകും. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഗോവർദ്ധവനത്തിന്റെ ചുറ്റും മനുഷ്യർ ധാരാളം നടക്കുന്നതും പ്രദക്ഷിണം വെക്കുന്നതും പശുക്കൾ അതിലെ ഓടിക്കളയ്ക്കുന്നതും ഒക്കെ കാണാൻ കണ്ണിന് ഭയങ്കര ഒരു ആനന്ദമാണ്. അവിടെ ആ ഭഗവാൻ മണ്ണ് തിന്നതായ ഒരു ചെറിയ അമ്പലം, പിന്നെ ഈ ഒരലിൽ തീയിട്ട സ്ഥലത്തിന്റെ ആ ഒരല്, പിന്നെ കാളിന്തി നദിയിലെ ആ വടവക്ഷം ഒക്കെ കാണാൻ നല്ല ഭംഗി, നമുക്ക് മനസ്സിന് നല്ല ആനന്ദം തരുന്നതായ കാഴ്ചകൾ അവിടെ നമുക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ മനുത്തിരുമയൊക്കെ പോയിട്ട് അവിടെ നമുക്ക് അതിന്റെ സീനൊക്കെ ഇങ്ങനെ അയച്ചു തരുന്നത് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടല്ലോ. അതും കാണാൻ എന്ത് ഭംഗിയാണ്. വൃന്ദാവനം എന്ന് പറഞ്ഞാലേ ഒരു സന്തോഷം തോന്നിക്കും നമുക്കൊക്കെ. പിന്നെ ഗോപന്മാർ എല്ലാരും ഭഗവത് പ്രിയന്മാരാണെങ്കിലും അതിൽ തന്നെ സുദാമാവ് എന്ന പേരുള്ള ഒരു ഗോപൻ കേശവനും
ബലരാമനും വളരെ ഇഷ്ടമുള്ള ആളാണ്. ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം ഭഗവാന്റെ ഇഷ്ട തോഴനായ ശ്രീതാമാവും മറ്റു തോഴന്മാരും ഭഗവാനോട് പറയുകയാണ്, ഇവിടെ വൃന്ദാവനത്തിനടുത്ത് ഗോവർദ്ധനം എന്നുള്ളൊരു ഗോവർദ്ധനം എന്നൊരു പർവ്വതം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചു ദൂരം മാറി താലവനം എന്നുള്ള ഒരു വനമുണ്ട്. ആ താലവനത്തിൽ ധാരാളം പനമരങ്ങൾ ഉണ്ട്. ആ പനമരങ്ങളിൽ ധാരാളം പഴങ്ങൾ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ആ പഴങ്ങൾ ആരെയും പറിക്കാൻ അവിടെ ധേനുകൻ എന്നൊരു മാംസോജിയ അസുരനുണ്ട്. അവൻ സമ്മതിക്കയില്ല. അവനും മാത്രമല്ല, അവന്റെ കൂട്ടുകാരും കുറെ പേര് അവിടെ താമസമുണ്ട്. ആ ധേനുകൻ ആര് അതിലെ പോയാലും, ഒരു മഹർഷി പോയാലും, ഒരു പശു പോയാലും, ഒരു മനുഷ്യൻ പോയാലും, ഒന്നിനും ആരെയും അതിലെ കടത്തി വിടുകയില്ല. അതുകൊണ്ട് ആ വനം ഒരു ശൂന്യമായിട്ട് കിടക്കുകയാണ്. അപ്പം ഇവർക്കാണെങ്കിൽ ആ പഴം തിന്നണമെന്ന് മോഹം. അപ്പം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു നോക്കി. ഇങ്ങനെ ഭഗവാൻ ഒരുപാട് ചെറുതിലെ ഭൂതന, ശകടാസുരൻ, പെലമ്പൻ, ബകാസുരൻ ഇങ്ങനെ പേരെയും കൊന്ന് നല്ല പരിചയം അവർക്കുണ്ടല്ലോ. അപ്പൊ അതിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ടുള്ള ഒരു മോഹം കൊണ്ട് ഒന്ന് പറഞ്ഞു നോക്കുന്നു, എനിക്ക് ഞങ്ങൾക്ക് ആ പഴം കിട്ടിയാൽ കൊള്ളാന്ന്. അത് കേട്ടപ്പോൾ തന്നെ ആ കേൾക്ക താമസം ബലരാമനും ശ്രീകൃഷ്ണനും കൂടെ അങ്ങോട്ട് പുറപ്പെട്ടു. ആ താലവനത്തിലോട്ട് പുറപ്പെട്ടു. അത് ഗോവർദ്ധന പർവ്വതത്തിൽ നിന്നും കുറച്ച് നീങ്ങിയാണ് ആ താലവനം. അതും വൃന്ദാവന സ്ഥലത്ത് തന്നെയാണ്. അപ്പം ആ താലവനത്തിൽ പുറപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ബലരാമൻ എന്ത് ചെയ്തു? തന്റെ ബലരാമൻ എന്ന് പറഞ്ഞാലേ ബലമുള്ള ആള് എന്നാണല്ലോ. അദ്ദേഹം തന്റെ ബലം ഒരു മതയാക്ക് എത്രയോ ബലമുണ്ട്, അതേ ബലത്തോടു കൂടി ആ പഴമൊക്കെ പിടിച്ച് കുലുക്കിയപ്പോൾ അതിൽ നിന്നും ധാരാളം പഴങ്ങൾ താഴെ വീഴുന്നു. പഴങ്ങൾ താഴെ വീഴുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഗോന്മാരൊക്കെ കൂടെ പോയി ആ പഴങ്ങൾ, പിള്ളേരെ നമുക്ക് ആവല്ലോ, പഴങ്ങളൊക്കെ പെറുക്കി പിന്നെ ധാരാളം കഴിക്കാൻ അവർക്ക് അവസരമുണ്ടായി. ആ പഴങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞപ്പം ബാക്കിയുള്ളതൊക്കെ ആ പനയോലയിലൊക്കെ വെച്ച് കെട്ടി വ്രജത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറായി. ഇവരുടെ ഈ ശബ്ദം കേട്ടിട്ട്, ഈ പഴങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടിട്ട് ധേനുകൻ അവിടുന്ന് അലറി പാഞ്ഞ് ഒരു കഴുതയുടെ വരുന്നത്. അവരുടെ വേഷം ഏത് വേണമെങ്കിലും ധരിക്കും, അസുരന്മാരല്ലേ. കഴുതയുടെ വേഷത്തിൽ ആണ് അവിടെ ഓടി വരുന്നത്. അപ്പോൾ വന്നിട്ട് ബലരാമന്റെ നേരെ ചാടി വീഴുന്നു. അപ്പൊ ബലരാമൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ കാലിൽ പിടിച്ചിട്ട് ഒരു ചുഴറ്റിയിട്ട് മുകളിലോട്ട് ഒരു ഏറ് വെച്ച് കൊടുക്കുന്നു. ആ ഏറിൽ തന്നെ ആള് കാലിയായി, ഏറിൽ തന്നെ മരിച്ചു താഴോട്ട് വീഴുന്നു. അപ്പോഴത്തേക്കും ഈ ബാക്കിയുള്ള അസുരന്മാരെല്ലാരും കൂടെ ഭഗവാന്റെയും കൃഷ്ണന്റെയും നേരെ അടിച്ചു വരുന്നു. അപ്പം ഭഗവാനും കൃഷ്ണനും കൂടെ അവിടെ അവരെ എല്ലാരെയും ഒന്ന് വകവരുത്തി. അപ്പോഴത്തേക്കും മുകളിൽ നിന്ന് ദേവന്മാരും ഗന്ധർവന്മാരും ഇത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി പുഷ്പവൃഷ്ടി ചെയ്തു. ഗന്ധർവന്മാർ നൃത്തം ചെയ്തു, ദുന്ദുഭി മുഴക്കി, വാദ്യങ്ങളൊക്കെ മുഴക്കി. ഇത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇനിയും മുനിമാർക്കും പശുക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. ദേവന്മാരെയും വരെ ഉപദ്രവിച്ചിട്ടുള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. എല്ലാം ഇത്രയും വേഗം ഈ അസുരനെ കൊന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമായി. പശുക്കളെ പാലിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായ താൻ ആ ശബ്ദത്തോട് കൂടിയ അസുരനെ കൊല്ലുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാകാം ബലരാമനെ കൊണ്ട് തന്നെ ദേവന്മാരുടെ ശത്രുവായ ധേനുകാസുരനെ കൊല്ലിച്ച് എന്ന് നമുക്ക് തോന്നുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ധേനുകാസുരനെയും കൂട്ടുകാരെയും വധിച്ച് ഭഗവാനും ബലരാമനും ഗോപന്മാരും എല്ലാരും വൃന്ദാവനത്തിൽ നിന്നും
മടങ്ങാനുള്ള തയ്യാറെടുപ്പെടുക്കുന്നു. എല്ലാം എടുത്ത് ഇവര് രാവിലെയാണ് വ്രജത്തിൽ നിന്നും ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോ തൊട്ട് ഈ ഗോപികമാരും രോഹിണിയും യശോദയും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആകാംക്ഷയോടുകൂടി കുഞ്ഞുങ്ങൾ വരുന്നത് നോക്കിയിരിക്കുകയാണ്. അവരെ കാണാനുള്ള സന്തോഷം കൊണ്ട് അവരിങ്ങനെ നോക്കിയിരിക്കുമ്പോഴേക്കും ഇവര് പിന്നെ വൃന്ദാവനത്തിൽ നിന്നും വ്രജത്തിലേക്ക് കുഴലും മൂതി വേണുവും വായിച്ച് ബഹളം കൂട്ടി പൂക്കളയും കൂട്ടി വ്രജത്തിലേക്ക് വരുന്നു. അത് കാണുമ്പോൾ അവർക്ക് വളരെ സന്തോഷം തോന്നുന്നു. അമ്മമാരും ഗോപികമാരും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവരെ വീട്ടിലോട്ട് ആയിരുന്നു. അത് കഴിഞ്ഞ ഈ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഗോപന്മാരെ എല്ലാ കഥകളും അന്ന് നടന്ന കഥകളൊക്കെ പിന്നെ വ്രജത്തിൽ വന്നിട്ട് എല്ലാരോടും പറഞ്ഞു കൊടുക്കും. ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് രോഹിണിയും അമ്മയും രോഹിണിയും യശോദ കുട്ടികളെ നല്ലവണ്ണം കുളിപ്പിച്ച് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആഹാരമൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തുന്നു. അതുവരെ അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടി. അങ്ങനെ ധേനുകാസുരനെ വധിച്ചു. ധേനുകാസുര വധമാണ് ഈ പഞ്ചദശമത്തിലുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒരു ദിവസം ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം ബലരാമൻ ഇല്ലാതെ ശ്രീകൃഷ്ണൻ കൂട്ടുകാരോടൊപ്പം വൃന്ദാവനത്തെ പശുക്കളെ മേയ്ക്കുവാനായി പോയി. വളരെയധികം കളിച്ച് ക്ഷീണിച്ച് അവർക്ക് വെള്ളം കുടിക്കാൻ കാളിന്തി നദി തീരത്തിലേക്ക് പ്രവേശിച്ചു. കാളിന്തി നദിയിലെ ജലം കാളിയന്റെ വിഷം കൊണ്ട് ദുഷിച്ച വെള്ളം ആണെന്ന് ഇവർക്ക് അറിയാൻ മേലായിരുന്നു. ഇവരെ ആ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മയങ്ങി അപ്പൊ തന്നെ താഴെ വീഴുന്നു. കൃഷ്ണൻ വന്ന് നോക്കുമ്പോൾ കൃഷ്ണന് മനസ്സിലാകുന്നു ഇത് കാളിയന്റെ പണിയാണ്, വെള്ളം കുടിച്ചുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വന്നതെന്ന്. അപ്പം ഭഗവാന്റെ തൃക്കണ്ണുകൊണ്ട് നോക്കി അവർക്ക് ജീവൻ നൽകുന്നു. അവര് ഉണർത്തെണീറ്റപ്പോ ഇതൊന്നും നടന്നതായിട്ടേ അവർക്ക് തോന്നുന്നില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഭഗവാനും അവരും പോകുന്നു. ലീലയായ കാളിയമനം എന്ന ലീലയ്ക്കായി ഭഗവാൻ അടുത്തതായി തയ്യാറായി. ഇത്രയുമാണ് ഈ പഞ്ചദശോധ്യായിൽ ഉള്ളത്. എനിക്ക് ഇത്രയും തന്നെ പറയാൻ സാധിച്ചതിൽ ഭഗവാനും നന്ദി. ധർമ്മരക്ഷാർത്ഥം ഭൂമിപാലത്തിനായി അവതാരമെടുത്ത ഭഗവാന്റെ പാദങ്ങൾ തൃക്കാൽക്കൽ ഈ വാക്കുകൾ ഞാൻ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന മനത്തിരുമേനിക്കും ഇത് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ഭാഗവത പ്രേമികളായ എല്ലാ കൂട്ടുകാർക്കും എല്ലാ മക്കൾക്കും എൻ്റെ എല്ലാവർക്കും അനുഗ്രഹവും സന്തോഷവും ഉണ്ട്. നിങ്ങൾ കേട്ട് എന്നെ സ്നേഹിക്കുന്നതിന് എനിക്ക് തന്നെ വരൂ അത്രയ്ക്ക് സന്തോഷം. ഇത്രയും പറയാൻ ഭഗവാൻ എനിക്ക് ഇത്രയും വർത്തമാനം പറയുന്നത് കുറെ നേരം പറയാനും വിഷമമുണ്ട്. അത് വരുന്ന അകത്തൊക്കെ തലയിലുണ്ട്. പക്ഷെ ഒരു വാർത്ത എനിക്കും മനസ്സിൽ ഓർമ്മയും വരികയില്ല, പറയാനും പറ്റുകയില്ല. എന്നാലും ഇത്രയും പറയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. കായേന വാചാ മനേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഞാൻ മനത്തിരുമേനിക്ക് നന്ദി പറയുന്നത് ഇതുപോലെയുള്ള എനിക്ക് വളരെയധികം ഒരു വായാനും എന്തെങ്കിലും നാരായണീയന്റെ ഇപ്പം കണ്ണിനൊക്കെ കുറെ പ്രയാസം തുടങ്ങിയോണ്ട് വായിക്കാൻ വിഷമമുണ്ട്. എന്നാലും നിങ്ങളൊക്കെ എന്നെ സഹിക്കുന്നതിന് ഭാഗവതം തന്നെ ജീവിതമാക്കിയ അമ്മ നമ്മളുടെ ഈ ഭാഗവത കുടുംബത്തിലെ നെടുന്തൂണായിട്ട് നിൽക്കുക എന്ന് പറയുമ്പം ഇതിൽ പല ഒരു ഭാഗ്യം നമുക്ക് വേറെ ഒന്നുമില്ല ശരിക്കും, അല്ലേ? കാരണം സദാസമയവും സദാസേവ്യ എന്ന് മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ അത് ചെയ്യുന്ന ഒരു മഹത്വമാണ് ശരിക്കും. മകള് ലതാകൃഷ്ണനും കൂടെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും ഭാഗവതം മുഴുവൻ അല്ലെങ്കിൽ നാരായണീയം മുഴുവൻ.
അങ്ങനെ മത്സരിച്ച് അമ്മയും മകളും കൂടെ ഇരുന്ന് വായിക്കും. അങ്ങനെ അത്രയും ഉപാസിക്കുന്ന ഒരു അമ്മ. എന്തായാലും വളരെയധികം സന്തോഷം. ഇത്രയൊന്നും പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒന്നാമത് 88 വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായാലേ അവസ്ഥ എന്നുള്ളത്. അപ്പം ഇത് ശരീരം അല്ല കൊണ്ടുവന്നതെന്നുള്ളതാണ് ഏറ്റവും സത്യം. ആ ഉള്ളില് കണ്ണൻ ഉറപ്പായിട്ടും കളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ണനാണ് സത്യത്തില് ഇതെല്ലാം പറയിപ്പിക്കുന്നത്. അപ്പം യാതൊരു സംശയവും ഇല്ല. അപ്പം അത് നമുക്ക് ഇതിലൂടെ തന്നെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് നമ്മളല്ല ഈ പ്രവൃത്തികളൊന്നും ചെയ്യുന്നതെന്നുള്ളത് അല്ലേ. നമുക്കെല്ലാം മോഹം മതി. പറയണമെന്നും കേൾക്കണമെന്നും വായിക്കണമെന്നും ഒക്കെ മോഹം മതി. തെറ്റ് തിരുത്തി വായിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? അത് ഭഗവാന്റെ ചുമതലയാ. തെറ്റിയ ആർക്ക് കുഴപ്പം? അത് ഭഗവാന് കുഴപ്പം. അത്രേ ഉള്ളൂ. ഈ ഒരു നിലപാടുണ്ടെങ്കിൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടി നമുക്കിതാ ഇപ്പം മീനാക്ഷി അമ്മാള് ഇന്നലെ അമ്മാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി ആയതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞു, മാമി ആയതുകൊണ്ട് എനിക്കും പേടിയില്ല. കാരണം എന്താണ്, മാമിയുടെ ഭജനം കൊണ്ട് ഭഗവാൻ ഒരിക്കലും ഒന്നിലും ഒരു തടസ്സവും കൂടാതെ അതൊക്കെ കൊണ്ടുപോയിക്കോളും. മാമിക്ക് മോഹം ഉണ്ടെങ്കിൽ അത് നടന്നു പോയിക്കോളും. അത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിച്ചു. അമ്മയുടെ പാദങ്ങളിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നമസ്കരിക്കുന്നു.